സിനിമ എന്ന സ്വപ്നം കയ്യെത്തിപ്പിടിക്കാനായി ഹോട്ടലിൽ മേശതുടപ്പുകാരനായി പോലും പണിയെടുത്ത ഋഷഭ് ഷെട്ടിക്ക് ലക്ഷ്യബോധത്തിന് കാലം നൽകിയ സമ്മാനമാവാം ഈ വിസ്മയ വിജയം. ഇന്ന് നമുക്ക് ഋഷഭ് ഷെട്ടിയുടെ കഥ നോക്കിയാലോ. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കുന്നത് ഋഷഭ് ഷെട്ടിയെക്കുറിച്ചാണ്. കാന്താര എന്ന സിനിമ മുതലാണ് ഋഷഭ് ഷെട്ടി എന്ന പേര് മലയാളികൾ കേട്ടു തുടങ്ങുന്നത്. സിനിമയിൽ എത്തിപ്പെടും മുമ്പ് ആരായിരുന്നു ഋഷഭ് ഷെട്ടി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൗതുകകരമാണ്. കർണാടക ജില്ലയിലെ ഉടുപ്പി സ്വദേശിയായ ഷെട്ടി ബികോം ബിരുദമെടുത്ത ശേഷം സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാനായി അലയുന്ന കാലത്ത് ശിപ്പായിയായും ഡ്രൈവറായുമെല്ലാം പണിയെടുത്തിരുന്നു. അതികഠിനമായ പരീക്ഷണഘട്ടങ്ങൾ താണ്ടിയാണ് അദ്ദേഹം സിനിമയിൽ എത്തിപ്പെടുന്നത്. സിനിമാ പ്രവേശം സംഭവിച്ച് ഏറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും വിചാരിച്ചതുപോലെ ശ്രദ്ധേയനായില്ല. കന്നഡയിലെ മൂന്നാം നിര ചലച്ചിത്ര പ്രവർത്തകരുടെ ശ്രേണിയിൽ ഒതുങ്ങിക്കൂടിയ അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക ഹിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശാന്ത് ഷെട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം. പിൽക്കാലത്ത് ഋഷഭ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. സ്വദേശമായ കുന്താപുരയിൽ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഷെട്ടി വിജയ കോളേജിൽ ബികോമിന് ചേർന്നു. കണക്കുകളുടെ ലോകവുമായി മല്ലിടുമ്പോഴും കലാപരമായ സ്വപ്നങ്ങളായിരുന്നു മനസ്സ് നിറയെ. സിനിമയിലേക്ക് എത്തിപ്പെടുക എളുപ്പമല്ലെന്ന് ഷെട്ടിക്ക് അറിയാം. തൽക്കാലം ആഗ്രഹപൂർത്തീകരണത്തിന് ഒരു മാർഗം കണ്ടുപിടിച്ചു: നാടകരംഗത്ത് ഒരു കൈ പയറ്റുക. കുന്താപുരത്ത് യക്ഷഗാന നാടകങ്ങൾ എന്നൊരു ഏർപ്പാടുണ്ട്. ഷെട്ടി അവിടെ നിന്നാണ് കലാജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ബാംഗ്ലൂരുവിൽ ഉപരിപഠനാർത്ഥം എത്തിപ്പെട്ടപ്പോഴും നാടക പ്രവർത്തനങ്ങൾ സമാന്തരമായി കൊണ്ടു നടന്നു. കേവലം അഭിനയത്തിനപ്പുറം എഴുത്തും സംവിധാനവുമെല്ലാം കൈയാളിയ ഒരു സകലകലാ വല്ലഭൻ തന്നെയായിരുന്നു ഷെട്ടി. കോളേജിനകത്തും പുറത്തു നിന്നും അഭിനന്ദന പ്രവാഹം തേടിയെത്തിയപ്പോൾ ഷെട്ടിയുടെ ആത്മവിശ്വാസം പല മടങ്ങ് വർദ്ധിച്ചു. കലാരംഗത്ത് പലതും ചെയ്യാൻ കഴിയുമെന്ന് തോന്നിത്തുടങ്ങി. ജനകീയ കലയായ സിനിമയായിരുന്നു അന്നും ഷെട്ടിയുടെ മനസ്സിൽ. അവിടെ ഒരു തുടക്കം ലഭിക്കാനായി എല്ലാ വഴികളും പയറ്റി നോക്കി. അവസരങ്ങൾക്കായി അലയുന്ന കാലത്ത് നിലനിൽപ്പിനായി അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല. വാട്ടർ ക്യാനുകളുടെ വിൽപ്പന, റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, ഹോട്ടലിലെ ക്ലീനിംഗ് ബോയ്, ഡ്രൈവർ, ഓഫീസ് ബോയ്. സമാന്തരമായി സിനിമയിൽ ചാൻസ് ലഭിക്കാനുള്ള പരിശ്രമങ്ങളും തുടർന്നു. പല മാർഗങ്ങളിലൂടെ കഷ്ടപ്പെട്ട് സമാഹരിച്ച പണം സ്വരുക്കൂട്ടി അദ്ദേഹം ബാംഗ്ലൂരുവിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചലച്ചിത്ര സംവിധാനത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. സിനിമ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം അവസരങ്ങൾ ലഭിക്കണമെന്നില്ല. പഠനം കഴിഞ്ഞിറങ്ങിയ ഋഷഭ് കന്നഡ സിനിമകളിൽ ക്ലാപ്പ് അടിച്ചുകൊണ്ട് സംവിധാന രംഗത്ത് പ്രായോഗിക പരിശീലനം നേടി. പല പടങ്ങളിൽ സഹസംവിധായകനായി. ഈ കാലയളവിലാണ് കന്നഡ സിനിമയിലെ അറിയപ്പെടുന്ന പേരുകളിലൊന്നായ രക്ഷിത് ഷെട്ടിയുമായി പരിചയപ്പെടുന്നത്. അവർ പിൽക്കാലത്ത് അടുത്ത സുഹൃത്തുക്കളായി. ആ ബന്ധം ഋഷഭിന് അനുഗ്രഹമായി. പരിശ്രമങ്ങൾക്ക് ചെറിയ ഫലം ലഭിച്ചു തുടങ്ങി. പവൻകുമാറിൻ്റെ ലൂസി എന്ന പടത്തിൽ ഒരു പോലീസ് ഓഫീസറായി ചെറിയ വേഷത്തിൽ അഭിനയിച്ചു. അതിലെ പ്രകടന മികവ് കണ്ടിട്ടാവാം തുഗ്ലക് എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ അവസരം ലഭിച്ചു. രക്ഷിത് ഷെട്ടി സംവിധാനം ചെയ്ത ഉളിതവരു കണ്ടന്റ് എന്ന പടത്തിൽ പ്രധാനപ്പെട്ട റോൾ ലഭിച്ചു. ഷെട്ടിയെ കുറച്ചെങ്കിലും ശ്രദ്ധേയനാക്കിയത് ആ ചിത്രമായിരുന്നു. ഇതൊന്നും വാസ്തവത്തിൽ ഋഷഭിൻ്റെ സങ്കല്പത്തിലുള്ള സിനിമകളായിരുന്നില്ല. സ്വയം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന താൻ തന്നെ നായകനാകുന്ന ഒരു സിനിമയായിരുന്നു ഋഷഭിൻ്റെ മനസ്സിൽ. എന്നാൽ അതിന് ആര് പണം മുടക്കും എന്നതാണ് പ്രശ്നം. ഒരു നടൻ എന്ന നിലയിൽ പോലും വലിയ വിജയങ്ങൾ ഋഷഭിന് സ്വന്തമായിരുന്നില്ല. 2016 രക്ഷിത് ഷെട്ടിയെ നായകനാക്കി ഋഷഭ് വിപണന സാധ്യതയുള്ള ആദ്യ സംവിധാന സംരംഭം യാഥാർത്ഥ്യമാക്കി. സിനിമയുടെ പേര് റിക്കി. ആ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടില്ല. എന്നാൽ വലിയ വിജയം നേടിയതുമില്ല. ശരാശരിയിൽ ഒതുങ്ങി. റിക്കിക്ക് തൊട്ടു പിന്നാലെ ഋഷഭ് കിർക്ക് പാർട്ടി എന്ന പടം സംവിധാനം ചെയ്തു. അത് ഹിറ്റായതോടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ സ്ഥാനം പിടിച്ചു. സിനിമ എക്കാലവും വിജയിക്കുന്നവൻ്റെ ഒപ്പമാണ്. അവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് സിനിമയിൽ വേദവാക്യം. കോടികൾ മുതലിറക്കുന്ന നിർമ്മാതാക്കൾ വിജയികളെ അനുസരിക്കും. അല്ലാത്തവർ എത്ര പ്രഗത്ഭരാണെങ്കിലും എഴുതിത്തള്ളും. ഈ യാഥാർത്ഥ്യം നന്നായി മനസ്സിലാക്കിയ ആളാണ് ഷെട്ടി. എന്നിട്ടും കിർക്ക് പാർട്ടിയെ തുടർന്ന് അദ്ദേഹം ചെയ്തത് വാണിജ്യ സ്വഭാവമുള്ള പടമായിരുന്നില്ല. ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയ സർക്കാരി ഹി പ്രശാലെ കാസർഗോഡ് എന്ന പടത്തിന് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അത് മാത്രമാണ് ആ സിനിമ ഷെട്ടിക്ക് നൽകിയ ഏക നേട്ടം. വാണിജ്യ സിനിമയിൽ അവാർഡുകൾ കൊണ്ട് കാര്യമില്ലെന്ന് ഷെട്ടിക്കറിയാം. ജനങ്ങൾ വ്യാപകമായി കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഹിറ്റുകളാണ് ഒരു സിനിമാ പ്രവർത്തകൻ്റെ ജാതകം നിർണ്ണയിക്കുന്നത്. ആ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ബെൽബോട്ടം എന്ന കോമഡി പടത്തിൽ നായകനായി അഭിനയിച്ചു. ഇക്കുറി എഴുത്തും സംവിധാനവും വിശ്വസ്തരെ ഏൽപ്പിച്ചു. നടൻ എന്ന നിലയിൽ താരമൂല്യം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഏതെങ്കിലും തരത്തിൽ ഒരു മോസ്റ്റ് വാണ്ടഡ് ഫിലിം പേഴ്സൺ ആവുക എന്നതായിരുന്നു ദൗത്യം. നായകൻ എന്ന നിലയിൽ ഷെട്ടിയുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു ബെൽബോട്ടം. പടം ബോക്സ് ഓഫീസിൽ വിജയിച്ചു. ഗ്യാങ്സ്റ്റർ ഹരി എന്ന മാസ് കഥാപാത്രത്തെ അവതരിപ്പിച്ച
ഗരുഡഗമന വൃഷഭവാഹനയായിരുന്നു അടുത്ത സിനിമ. രാജ് ബി ഷെട്ടിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ചിത്രം ഋഷഭിന് വലിയ പേരുണ്ടാക്കി കൊടുത്തു. നടനെന്ന നിലയിൽ അദ്ദേഹം ബഹുദൂരം മുന്നോട്ട് പോയ സിനിമ കൂടിയായിരുന്നു അത്. സിനിമാ പ്രേമികൾക്കൊപ്പം നിരൂപകരും മാധ്യമങ്ങളും ഷെട്ടിയെ വാഴ്ത്തി. മിഷൻ ഇമ്പോസിബിൾ എന്ന അടുത്ത ചിത്രവും സാമാന്യം നല്ല പ്രതികരണം സൃഷ്ടിച്ചു. ഈ കാലയളവിൽ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം തൻ്റെ കന്നിയംഗം കുറിച്ചു. ഹരികഥൈ അല്ല ഗിരികഥൈ എന്ന പടവും മോശമല്ലാത്ത തരത്തിൽ ഓടി. ഇതെല്ലാം വിജയമെന്ന് പറയുമ്പോഴും ഷെട്ടിയും അദ്ദേഹത്തിൻ്റെ പടങ്ങളും വലിയ തരംഗം സൃഷ്ടിച്ചില്ല. കാന്താര ഋഷഭ് ഷെട്ടിയുടെ മാത്രമല്ല കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ഗതിവിഗതികൾ പൊളിച്ചെഴുതിയ സിനിമയായിരുന്നു കാന്താര. കന്നഡയിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ഫിലിംസുമായി ഷെട്ടി വ്യത്യസ്തമായ ഒരു കഥാപരിസരം ചർച്ച ചെയ്തു. വ്യവസ്ഥാപിത കന്നഡ തെലുങ്ക് സിനിമകൾക്ക് തീരെ പരിചിതമല്ലാത്ത കാന്താര എന്ന സിനിമയുടെ ആശയം മുൻപ് പലരും ദഹിക്കാതെ എഴുതി തള്ളിയതാണ്. എന്നാൽ ഹോംബാലെ ഫിലിംസ് അതിൽ വലിയ സാധ്യത തിരിച്ചറിഞ്ഞു. ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി നായകനായി അഭിനയിക്കുന്ന കാന്താര എന്ന പ്രോജക്റ്റ് അനൗൺസ് ചെയ്യപ്പെട്ടു. തുടക്കത്തിൽ ഈ സിനിമ ചരിത്ര വിജയം നേടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്നാൽ തിയേറ്ററിലെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആദ്യം റിലീസ് ചെയ്ത സ്റ്റേഷനുകളുടെ 10 മടങ്ങ് തിയേറ്ററുകളിൽ സിനിമ എത്തിപ്പെട്ടു. ജനങ്ങൾ ഉത്സവം പോലെ ഏറ്റെടുക്കുകയായിരുന്നു കാന്താര. കർണാടകയുടെ അതിർത്തികൾ കടന്ന് ഇന്ത്യയെമ്പാടും പടം സ്വീകരിക്കപ്പെട്ടു. മലയാളം മൊഴിമാറ്റ പതിപ്പ് കേരളത്തിലും മെഗാ ഹിറ്റായി. ക്രമേണ സിനിമയുടെ സഞ്ചാരപഥം ആഗോളതലത്തിലേക്ക് വളർന്നു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാന്താരയെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ ഒറ്റ മാസം കൊണ്ട് ഋഷഭ് ഷെട്ടി എന്ന നാമധേയം അതിപ്രശസ്തമായി. ഇന്ന് കേരളത്തിൽ പോലും ഒരു മലയാളി താരത്തിനുള്ളത്ര ആരാധകർ ഷെട്ടിക്കുണ്ട്. പ്രമേയത്തിലെയും ആഖ്യാനത്തിലെയും സവിശേഷതയാണ് ഷെട്ടിയെ അത്യപൂർവമായ വിജയത്തിലേക്ക് നയിച്ചത്. ഏത് ഭാഷ പറയുന്ന ഏത് ദേശത്തുമുള്ള കാണികൾക്ക് എളുപ്പം കണക്റ്റ് ആവുന്ന തരത്തിൽ കാന്താര എന്ന സിനിമ രൂപപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗംഭീരം എന്ന് ഒറ്റവാക്കിൽ എല്ലാ മാധ്യമങ്ങളിലും അഭിപ്രായങ്ങൾ നിറഞ്ഞു. തിരക്കഥയിലെയും സംവിധാനത്തിലെയും മേന്മ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടപ്പോഴും ഷെട്ടിയെ സന്തുഷ്ടനാക്കിയത് നടനെന്ന തലത്തിലുണ്ടായ ഹൈപ്പാണ്. ഒറ്റ സിനിമ കൊണ്ട് സൂപ്പർ മെഗാ സ്റ്റാറുകൾക്ക് സമാനമായ താരമൂല്യം ലഭിച്ചു. അതിനപ്പുറം അഭിനയകലയുടെ ഉത്തുംഗ സോപാനങ്ങളിലേക്ക് നടന്നുകയറുന്ന ഒരു മഹാനടൻ്റെ ലക്ഷണങ്ങളും ഷെട്ടി നമുക്ക് കാണിച്ചു തന്നു. കാന്താരയുടെ അവസാനത്തെ 10 മിനിറ്റ് സമയത്തെ ഷെട്ടിയുടെ പ്രകടനം അപാരവും അനിഷേധ്യവുമായിരുന്നു. പ്രേക്ഷകർക്ക് മാത്രമല്ല പുരസ്കാര സമിതികൾക്കും കണ്ണടയ്ക്കാൻ കഴിയാത്ത വിധം അത്യുജ്വല പ്രകടനം. ആളുകൾ തിയേറ്ററുകളിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഷെട്ടിയുടെ പ്രകടനം ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിക്ക് പോലും എഴുതിത്തള്ളാൻ കഴിയാതെയായി. തൻ്റെ ഭാഗ്യ സിനിമ കൊണ്ട് ദേശീയതലത്തിൽ അദ്ദേഹം മികച്ച നടനായി. പിന്നീട് കാന്താരയുടെ 2ാം ഭാഗത്തിലേക്കുള്ള പ്രയാണം. അവിടെയും ഋഷഭിന് അടിപതറിയില്ല. അതും വൻ വിജയമായി മാറിയിരിക്കുന്നു. സിനിമ എന്ന സ്വപ്നം കയ്യെത്തിപ്പിടിക്കാനായി ഹോട്ടലിൽ മേശതുടപ്പുകാരനായി പോലും പണിയെടുത്ത ഋഷഭിൻ്റെ ലക്ഷ്യബോധത്തിന് കാലം നൽകിയ സമ്മാനമാവാം ഈ വിസ്മയ വിജയം. തലയിൽ മൂളയുള്ള തിരക്കഥാകൃത്തുക്കളുടെയും സംവിധായകരുടെയും ഭാവനാ വൈഭവത്തിലാണ് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സൂപ്പർ താരങ്ങളും അവരായി മാറിയത്. എന്നാൽ ഋഷഭ് തനിപ്പിടിയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഹീറോ ഋഷഭ് ഷെട്ടി. അതെ, ഒന്നൊന്നര മുതലാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്ത് തരിക. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായിട്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.